ഞാൻ ചെയ്തെടുത്തൊരു കമ്മൽ വർക്ക് ഡിസൈനാണിത്. അപ്പോൾ ഈ ഡിസൈൻ സാരീൻ്റെ ബോർഡറിൽ ബ്ലൗസിൻ്റെ കയ്യിലൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ബോർഡർ വർക്ക് എങ്ങനെയാണ് ചെയ്യുക, ഈ കമ്മൽ വർക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്തെടുത്തൊരു ഡിസൈനാണിത്. കമ്മൽ വർക്ക് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഞാനത് ഒരു ഡിസൈൻ ചെയ്തെടുത്തു. ഇതേമാതിരി ഒരു ഡിസൈൻ ഞാൻ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം 2 കളർ നൂലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തത്. പകുതിക്ക് വെച്ച് ഒരു കളർ അങ്ങനെ വെച്ച് 2 കളർ നൂല് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഈ കമൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിധത്തിലുള്ള നൂലുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നൂലൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. ഇതിൽ കമൽ വർക്കിൻ്റെ നൂലാണിത്. 2 കളറുണ്ട്. ഇത് ഞാൻ വേറൊരു സാരിയിൽ ചെയ്തതായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇത്. അത് വെള്ള കളറുള്ള നൂല്, അങ്ങനത്തെ 2 നൂലുകളാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഈ പച്ച കളറുള്ള നൂലാണ് ഞാനിത് ഇതിൻ്റെ മുകളിൽ കോർത്ത് വെച്ചിട്ടുണ്ട്, സൂചീൻ്റെ മുകളിൽ. ഉണ്ടോ? അപ്പോൾ അതവിടെ ഞാൻ ഓരോന്ന് വ്യത്യസ്തമായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ അതാ ഞാൻ വെള്ള കളറിലെ നൂലുകൊണ്ടാണ് ഈ ഔട്ട്ലൈൻ മിററിന് ഔട്ട്ലൈൻ കൊടുത്തത്, ഇത് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഈ മിററിന് ഞാൻ പച്ച കളറുണ്ട്. 2 കളറാകുമ്പോൾ ഈ കളർ മാറിയിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ മിററിന് നമുക്ക് ബോർഡർ കൊടുത്ത് ഇത് എങ്ങനെ കൊടുക്കുക കാണിച്ചു തരാം. ആദ്യം നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കണം മിററിന് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം എടുക്കണമെങ്കിൽ. അങ്ങനെ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. ഇനി അടുത്തത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തോളൂ. ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വേണം ചെയ്യാൻ. കുത്തിയെടുത്തു. ഇനി അടുത്ത തവണ ചെയ്യുമ്പോൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തെടുത്തില്ലേ? അവിടെ വന്നു. അങ്ങനെ വന്നതിന് ശേഷം ഈ 2 ഇതിൻ്റെ നടുക്കൊന്ന് കുത്തിയെടുക്കുക. ഉണ്ടോ? കുത്തിയെടുത്തിട്ട് ഈ 2ൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നത്. അങ്ങനെ എടുത്തിട്ട് ഇവിടെ ഈ നടുക്കിൽ കുത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നടുക്കിലെടുക്കുക. ഗമ്മുള്ളതുകൊണ്ട് സൂചിയിലിടുമ്പോൾ വരാൻ കുറച്ച് പ്രയാസമുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ 2 ഉള്ളിൽ കൂടി എടുത്തിട്ട് ഇവിടെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുത്തു. പിന്നെ ഇങ്ങനെ വന്നു. അപ്പോൾ ക്രോസായിട്ട് പിന്നെ അടുത്ത് ചെയ്യുന്ന ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എടുക്കുക. ഇതിൻ്റെ 2 ഉള്ളിൽ കൂടി എടുത്തിട്ട് ഈ നടുക്കിൽ കൊടുക്കുക. പിന്നെ അത് അവിടെ തന്നെ എടുത്തിട്ട്
ഈ ഇതിൻ്റെ രണ്ടെണ്ണത്തിനെയും കൂടെ കൊടുത്തിട്ട് ഇവിടെ അങ്ങനെ കൊടുക്കുക. ഇതേമാതിരി ഒരു ബോക്സ് വന്നു. ഇനി അടുത്ത് ചെയ്യുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിവിടെ ഫിറ്റാക്കണം. ഫിറ്റായിട്ടുണ്ട് ഇപ്പോൾ, അല്ലാതില്ല. ഞാനെന്താ അത് ചെയ്തിട്ട് ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഇത് വേണം ഇതെടുക്കണമെങ്കിൽ. അങ്ങനെ വന്നു. ഇനി അടുത്ത് ചെയ്യുന്നത് അടുത്തത് ഈ നൂല് ഇവിടെ കിടക്കണം. എന്നിട്ട് ഇതേമാതിരി വരും. ഓരോ നൂല് ഇവിടെ അങ്ങനെ റൗണ്ടായിട്ട് കിടക്കണം, നല്ല ശരിക്ക് വരുന്നു. ഇങ്ങനെ വരും ഓരോരു ബോർഡർ മാതിരി. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇത് ചെയ്തെടുക്കും. ഇതുവരെ കൊണ്ടുവരണം ചെയ്തിട്ട് അത് അതേമാതിരി ഞാൻ കണ്ടു. ഇവിടെ ഫ്രെയിം ഇട്ട് ഇവിടെ ഞാൻ വെള്ള കളർ കൊണ്ട് തയ്ച്ചെടുത്തതിനെ കൊണ്ട് അടുത്ത ചെയ്യുന്ന സമയത്ത് പച്ച കളർ കൊണ്ട് ചെയ്ത അതേമാതിരി ഇവിടെ എന്താ ഞാൻ ഈ വെള്ള കളർ കൊണ്ടല്ലേ ആദ്യം ചെയ്തെടുത്ത്. ഈ രണ്ട് സൈഡും വെള്ള കളർ കൊണ്ട് ചെയ്തെടുക്കുക. ഇവിടെ പച്ച കളറാണ്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ട് ഇവിടെ ചെയ്യുന്ന സമയത്ത് ഈ പച്ച കളർ കൊണ്ട് വേണം ആദ്യം ചെയ്യണമെങ്കിൽ. ഈ രണ്ട് സൈഡും പച്ച കളർ കൊണ്ട് ചെയ്തിട്ട് വേണം ചെയ്യണം. അപ്പോൾ ഞാൻ പച്ച കളറുള്ള നൂലിൻ്റെ മുകളിൽ സൂചീൻ്റെ മുകളിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായി ആദ്യത്തെ ഇവിടെ നിന്ന് നോക്കി തുടങ്ങിയെടുക്കുക. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഇതിന് ഒരു ഫ്രെയിം ഉണ്ടാക്കണം. എന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ നിന്ന് വേണം കുത്തിയെടുക്കാൻ. അപ്പോൾ അടിഭാഗത്ത് നൂല് കാണുകയില്ല, അടിഭാഗത്ത് നൂലിൻ്റെ വർക്കേ ഇല്ല. നേരെ മറിച്ച് ഫ്രണ്ട് ഭാഗത്ത് വരുന്ന നൂല് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ വർക്ക് വരുന്നത്. ഇതേമാതിരി ഒരു ഫ്രെയിം ഉണ്ടാക്കുക. അല്ല ഞാൻ വരച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിൽ നിന്ന് സൂചീൻ്റെ മുകളിൽ കുത്തിയെടുത്താണ്. ഇപ്പം കൂടുതലായോ അതാണ് ഇനി ഇതവിടെ എങ്ങനെ വരുന്നു. ഇവിടെ ഇത് കുത്തി ഇങ്ങനെ വന്നിട്ട് ഇത് അതിൻ്റെ മുകളിൽ ഇത് ചെയ്തെടുക്കുക. അപ്പോൾ അതിങ്ങനെ ഒരു ഫ്രെയിം മാറി വന്നു. അപ്പം ഇനി എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ മേലോട്ട് സൂചി എടുക്കുക. സൂചി എടുത്തിട്ട് തുന്നൊന്നും വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഇത് ആദ്യം ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കേണ്ടത് വലിഞ്ഞു പോകും. ഇതിൻ്റെ മേലക്കൂടെ എടുത്ത് ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്ത് അടുത്തതിൻ്റെ മേലക്കൂടെ എടുത്ത് അടീൻ്റെ അടിയിൽ കൂടെ എടുക്കുക. കണ്ടങ്ങനെ. അപ്പം അങ്ങനെ വന്നു. ഇനി അടുത്ത ചെയ്യുന്ന സമയത്ത് ഈ മേലക്കൂടെ എടുത്തതിനെ മാറ്റിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക, ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക, കൊണ്ടുവന്നിട്ട് അവിടെ വരെ കൊണ്ടുവന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക, അടിഭാഗത്ത് കൂടെ അങ്ങനെ എടുക്കുക.
ഇതെങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. അല്ലാതെ വലിക്കേണ്ട ആവശ്യമില്ല. വലിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് കൂടിപ്പോവും. അപ്പോൾ കൂടുന്ന സമയത്ത് വൃത്തികളായി കുറച്ചൊന്ന് നീക്കി കൊടുത്താൽ അതുപോലെ. അടുത്ത എങ്ങനെ ഉള്ള കൂടെ എടുക്കുക, തിരിച്ചും മറിച്ചും ചെയ്തെടുക്കുക. അങ്ങനെ അത് ഈ ലൈനുണ്ടല്ലോ വരുന്നത് അതുവരെ ചെയ്തെടുത്ത് കൊണ്ടുവരും. ഈ പച്ച കളർ കൊണ്ട് ഞാൻ ഇതുവരെ ചെയ്തെടുത്തു. ഇതിവിടെ നിർത്തുക. അടുത്തത് ഈ ഭാഗത്ത് പച്ചയുടെ കൊണ്ട് തന്നെയാണല്ലോ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഭാഗത്ത് ചെയ്യുക. നൂലുള്ള സമയത്ത് ബുദ്ധിമുട്ട്. 2 സൂചി എടുത്തിട്ട് 2 സൂചീൻ്റെ മുകളിൽ ഒന്നിൻ്റെ മുകളിൽ വെള്ളയും കോർത്ത് വയ്ക്കുക, ഒന്നിൻ്റെ മുകളിൽ ഈ പച്ച കളറും കോർത്ത് വയ്ക്കുക. അപ്പോൾ ആ സൂചി ഇടയ്ക്കിടയ്ക്ക് കോർക്കേണ്ട ബുദ്ധിമുട്ട് വരുന്നത്. അതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ഇതേമാതിരി തന്നെ ഫ്രെയിം ഉണ്ടാക്കുക. ഇതേ സ്ഥലത്ത് തന്നെ ഏകദേശം ഇങ്ങനെ വന്നു. ഇനി അടുത്ത് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെയ്ത മാതിരി തന്നെ ഓരോന്ന് മാറി ചെയ്തെടുക്കും. കാണുന്നില്ലേ? ഓരോന്നിൻ്റെ മുകളിൽ ഒന്നിൻ്റെ മുകളിൽ ചെയ്തെടുത്തു, ഒന്നിൻ്റെ മുകളിൽ കൂടെ എടുത്തു, ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തുകൊണ്ട് അടുത്ത് ചെയ്യുന്നത് അതേമാതിരി ഇവിടെ എടുക്കുക, ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇതേമാതിരി ഇതുവരെ ചെയ്തുകൊണ്ട് ഇവിടെ ചെയ്ത മാതിരി ചെയ്ത് വെച്ച മാതിരി ചെയ്തെടുക്കും. അപ്പോൾ ഇതേമാതിരി ചെയ്തെടുത്തു. ഇവിടെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകണം വെള്ള നൂലുകൊണ്ടാണ്. അപ്പോൾ വെള്ള നൂലുകൊണ്ട് ഇവിടെ വല്ല ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, പച്ച നൂലുകൊണ്ട് അതിൻ്റെ ബാക്കി ചെയ്ത് തരുന്ന എടുക്കുക. എടുത്തിട്ട് അതേമാതിരി ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക, ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. അങ്ങനെ വന്നു. അങ്ങനെ വന്നു. ഇനി അടുത്തത് ഇത് മേലെ കൂടെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുക, അടിയിൽ കൂടെ എടുത്ത് ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. ഇവിടെ ചെയ്ത മാതിരി തന്നെ, വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഈ ഭാഗത്ത് ഇവിടെ ഉള്ളതും ചെയ്തെടുക്കുക. അപ്പോൾ അതവിടെ 2 സൈഡും ഞാൻ വെള്ളേനെ കൊണ്ട് ചെയ്തെടുത്തു. അപ്പോൾ ചേഞ്ചായില്ല, ഇവിടെ വെള്ള മാറിക്കണ്ടോ. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പച്ചയാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് വെള്ള ചെയ്ത് കൊടുക്കുക. അങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഒരു ഭംഗി ഉണ്ടാവും കാണാൻ. അത് ഞാൻ അവിടെ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇവിടെ ഒരു ഫ്രെയിം മാതിരി ഉണ്ടാക്കി കൊണ്ടുവരണം. അടുത്ത് ചെയ്യുന്നത് തേച്ചിട്ട് ഒന്നിൻ്റെ മേലെ കൂടെ എടുക്കുന്ന സമയത്ത് ഒന്നിൻ്റെ അടിയിൽ കൂടെ എടുക്കണം. ഇതിങ്ങനെ എന്താ കാരണം വെച്ചാൽ കൈ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ മറ്റേ ദിവസം കാലിൽ ഇതിന് വേണ്ടിയിട്ടാണ്. അതേമാതിരി ഈ പകുതി ഇതുവരെ ഇത് ചെയ്തെടുക്കണേ, വെള്ള കളർ കൊണ്ട് ചെയ്തെടുക്കണം. അവരെ ചെയ്തെടുത്തിട്ട് കാണിക്കും. അതേമാതിരി ഞാൻ വെള്ളേനെ കൊണ്ട് ഇവിടെ തയ്ച്ച് വെച്ചു. ഇനി അടുത്ത് ചെയ്യുന്നത് ഈ പച്ച കളറെന്ന് എടുത്തിട്ട് ചെയ്യും. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. കാണുന്നത് ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടെ വ്യത്യസ്തമായിട്ട് അങ്ങനെ മാറി മാറി ചെയ്തെടുക്കും. അതേമാതിരി ഈ അറ്റം വരെ ഈ എൻ്റെ വരെ ചെയ്തെടുക്കുക. ഈ ഹാൻഡ് വർക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് ഹാൻഡ് വർക്ക് കാണാതെ